ഹലോ നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. DGP നിയമനവുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദമാണ് ഉണ്ടാക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൂത്തുപറമ്പിൽ വെടിവെച്ചു കൊന്നത് UDF ആണ്. അവരാണിപ്പോൾ രക്തസാക്ഷികളുടെ വക്താക്കളായി ചമയുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വെടിവെപ്പിൽ DGP-ആയി നിയമിതനായിട്ടുള്ള റവാഡ ചന്ദ്രശേഖറിന് പങ്കില്ലെന്നും കോടതിയും കമ്മീഷനും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാർ ഭരണഘടനാപരമായ കാര്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബോധപൂർവമായി പ്രശ്നമുണ്ടാക്കാനാണ് DGP നിയമനം വിവാദമാക്കുന്നത്. പട്ടികയിലുണ്ടായിരുന്ന മറ്റുള്ളവരെക്കാൾ സ്വീകാര്യൻ ആയതുകൊണ്ടാകും റവാഡ ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തത്. സർക്കാരിന് അതിൻ്റെതായ ഒരു മാനദണ്ഡമുണ്ടാകും. പാർട്ടി നൽകുന്ന ക്ലീൻ ചീറ്റിനനുസരിച്ചല്ല നിയമനം നടത്തുക. DGP-യെ നിയമിക്കുന്നതിൽ പാർട്ടിക്ക് ക്ലീൻ ചീറ്റ് നൽകേണ്ട കാര്യമില്ല. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിശ്ചയിക്കേണ്ട കാര്യമാണത്, MV ഗോവിന്ദൻ പറയുന്നു. രക്തസാക്ഷികളെ കൊന്നവർ ഇപ്പോൾ അവരുടെ വക്താക്കളാകേണ്ട. റവാഡ ചന്ദ്രശേഖർ അല്ല കൊന്നത്. UDF-ന്റെ ഭരണത്തിലാണ് ഞങ്ങളുടെ 5 സഖാക്കളെ കൊന്നത്. സംഭവം നടക്കുന്ന 2 ദിവസം മുമ്പാണ് റവാഡ ചന്ദ്രശേഖർ IPS ഉദ്യോഗസ്ഥനായി എത്തുന്നത്. അദ്ദേഹത്തിന് കണ്ണൂരിന്റെയും തലശ്ശേരിയുടെയും ഭൂമിശാസ്ത്രം അറിയുമായിരുന്നില്ല. റവാഡ ചന്ദ്രശേഖരനെ കോടതി തന്നെ കുറ്റാരോപിതരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണ് CPM സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തു. DGP നിയമനവുമായി ബന്ധപ്പെട്ട് P ജയരാജൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് തന്നെയാണ് ജയരാജനും പറഞ്ഞതെന്ന് ഗോവിന്ദൻ ആവർത്തിച്ചു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.